രാവിലെ തന്നെ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നിൽക്കുകയാണ്. വണ്ടി വന്നില്ല. ഇവിടെ ഇപ്പം താമസിക്കുന്നത് ഞാനും സാബോണൻ പ്ലാങ്കവിളയും ജീവനും കൂടാണ് നമ്മുടെ ഈ പുതിയ ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അവിടെ നിന്നിപ്പോൾ രാവിലെ അവിടുത്തെ ഫ്ലാറ്റിലുള്ള കുട്ടികളെയൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ബസ്സൊക്കെ വരുന്നു. നല്ല മഞ്ഞുണ്ട് കേട്ടോ, നല്ല വ്യൂ ആണ് ഇവിടുന്ന് കാണാനായിട്ട്. നല്ല തണുപ്പും നല്ല മഞ്ഞുമാണ്. പിന്നെ ഇന്നലെ രാത്രി നല്ല മഴയൊക്കെ പെയ്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകാനായിട്ടുള്ള വണ്ടി ചെയ്യണ്ടേ. ഇന്ന് ബൊലീറോയാണ് വന്നത്. വണ്ടി വന്നു, നേരെ ലൊക്കേഷനിലെത്തി. പുതിയൊരു കപ്പുണ്ട്, സുഫി മേടിച്ചിരുന്നൊരു കപ്പാണ് ചായ കുടിക്കാനായിട്ട്. ഞാൻ കട്ടൻ ചായയാണ് കുടിക്കുന്നത്. ആ പുതിയ കപ്പ് ഇന്ന് ഉദ്ഘാടനം ചെയ്തു, കട്ടൻ ചായ കുടിച്ചുകൊണ്ട്. അങ്ങനെ രാവിലെ എല്ലാ ആൾക്കാരും വന്നുകൊണ്ടിരിക്കുകയാണ് ഷൂട്ടിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പം മേക്കപ്പ് ചെയ്യണം. അപ്പം ലച്ചുവിൻ്റെയും സുഫിയുടെയൊക്കെ ഒരു പാട്ടാണ് ഇപ്പോൾ അവർ പാടിക്കൊണ്ടിരിക്കുന്നത്. പാട്ടെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ മേക്കപ്പൊക്കെ ഇട്ടു. ഷൂട്ടിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. കാരണം ഇന്ന് ഇലക്ഷൻ്റെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഷൂട്ടുകൾ. നിതയുണ്ട്, സാവൂണുണ്ട്, ഞാനുണ്ട്, കമലേട്ടനുണ്ട്, എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട്. അപ്പോൾ അതിനുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സീൻ്റെ മേക്കപ്പൊക്കെ ചെയ്തു സീൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടൊരു ആൾ വന്നിട്ടുണ്ട്, നമ്മുടെ അർച്ചന ഓണാട്ട്. നിങ്ങൾക്കെല്ലാം അറിയാം, അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ റീൽസിലൂടെയൊക്കെ വൈറലായ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അതിനകത്ത് ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് ആ ഒരു അർച്ചന എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് ഞങ്ങളുടെ ഈ വീട്ടിൻ്റെ ഇവിടുത്തെ അമ്മയാണ്, ചിന്നുമ്മ. അപ്പോൾ അങ്ങനെ ഷൂട്ടിങ്ങൊക്കെ നേരത്തെ കൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ഇന്ന് വലിയ സീനുകളൊക്കെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ബുള്ളറ്റ് ഇരിക്കുന്നു. ബുള്ളറ്റ് ഞാൻ ഒരു സീനൊന്നുമല്ല, ഞാൻ ആ ചുമ്മാതെ ബുള്ളറ്റ് ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോയ്ക്ക് വേണ്ടി കയറിയിരുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ഉച്ചയ്ക്ക് ബ്രേക്ക് സമയത്ത് ഫുഡ് കഴിക്കാനാണ്. 1 തരം ബീഫ് കറി ഉണ്ടായിരുന്നു, സാമ്പാറുണ്ടായിരുന്നു, അച്ചാർ, അവിയൽ, തോരൻ, ഇതെല്ലാം കൂട്ടിയിട്ടുള്ള വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഊണായിരുന്നു കേട്ടോ. ഇത് ജെ ബ്രോ, അദ്ദേഹമാണ് ഈ വീടിൻ്റെ ഓണർ. അപ്പോൾ ഇനിയിപ്പം ഉച്ചയ്ക്ക് ശേഷമുള്ള സീനൊക്കെ ഔട്ട്ഡോറിലൊക്കെയാണ്. കുറേ ഈ ഇലക്ഷൻ്റെ സീനാണ് ഇപ്പം ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ഷന് സ്വർണ്ണലത നിൽക്കുന്നതും മത്സരിക്കുന്നതുമായിട്ടുള്ള സീനുകളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഔട്ട്ഡോറാണ് അതൊക്കെ. ഇപ്പം നമ്മൾ ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ടൈം ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും മേക്കപ്പ് ഇട്ടു വീണ്ടും അഭിനയിക്കാൻ വേണ്ടി പോവുകയാണ്. ഔട്ട്ഡോറാണ് ഇനിയുള്ള സീനൊക്കെ. അപ്പോഴത്തേക്ക് നിത അടുത്ത മേക്കപ്പിന് വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷം എടുക്കാൻ പോകുന്ന സീൻ ഞങ്ങൾക്കെല്ലാം വായിച്ച് കേൾപ്പിക്കുകയാണ്. ഇനി ഞങ്ങൾ ഔട്ട്ഡോറിന് വേണ്ടി പോവുകയാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും ഉണ്ട്, എല്ലാവരും കൂടെ ഉള്ളൊരു സീനാണ് ഔട്ട്ഡോറിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിന്നൊരു 2 കിലോമീറ്റർ അപ്പുറത്താണ് വീടിൻ്റെ അവിടെ നിന്നും ഷൂട്ട് ഔട്ട്ഡോർ. നല്ല രസമാണ് കേട്ടോ. അവിടെ മേളിൽ കൂടെ പാതയും ഹൈവേ റൂട്ടിൻ്റെ പാത, അതിനുശേഷം അപ്പുറത്ത് റെയിൽവേ ട്രാക്ക്. ഇന്ന് ഞങ്ങളുടെ ഡയറക്ടർ രാജേഷ് ബ്രോയുടെ ജന്മദിനം കൂടിയാണ്. ഇനി വൈകിട്ട് ഞങ്ങൾ ആഘോഷിക്കും. അപ്പോൾ ഷൂട്ട് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചേർന്നിട്ടുള്ള സീനാണ് ഇപ്പം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ 3-4 ട്രെയിനൊക്കെ വഴി കടന്നുപോയി. എനിക്ക് ട്രെയിൻ എനിക്ക് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ട്രെയിനിൻ്റെ വീഡിയോ കുറച്ച് ദൂരെയാണ്, എന്നാലും അതും ഞാൻ എടുത്തു. അതിനുശേഷം ഒരു ഗുഡ്സ് ട്രെയിൻ പോകുന്ന വീഡിയോ എടുത്തു. ഇന്ന് രാജേഷ് ബ്രോയുടെ ബർത്ത്ഡേ ഉണ്ട്. ഇനി ലൊക്കേഷനുകളുടെ കേക്കൊക്കെ കട്ട് ചെയ്യും. ഇനിയിപ്പോൾ ബർത്ത്ഡേ വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങളുടെ ഡയറക്ടർ രാജേഷ് ബ്രോയുടെ ബർത്ത്ഡേ ഞങ്ങൾ അടിപൊളിയായിട്ട് ലൊക്കേഷനിൽ ആഘോഷിച്ചു. ഞങ്ങളുടെ പ്രൊഡ്യൂസർ ലിജോണ ഉണ്ടായിരുന്നു, സുധേണൻ, ഞങ്ങളുടെ എല്ലാ ക്രൂ മെമ്പേഴ്സും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ചേർന്ന് 2 കേക്കാണ് ഞങ്ങൾ കട്ട് ചെയ്തത്. ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡയറക്ടറും എൻ്റെ പ്രിയ സുഹൃത്തും അതിലുപരി എൻ്റെ നാട്ടുകാരനുമായ പ്രിയപ്പെട്ട രാജേഷ് ബ്രോയുടെ ജന്മദിനം ഹാപ്പി കപ്പിൾസിൻ്റെ ലൊക്കേഷനിൽ വെച്ച് ഞങ്ങൾ വളരെ ആഘോഷപൂർവ്വം ഞങ്ങൾ ആഘോഷിച്ചു. നല്ല രുചിയുള്ള നല്ല കിടിലൻ കേക്കായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇപ്പോൾ ഷൂട്ട് ഇനിയിപ്പം ഇതും കൂടെ കഴിഞ്ഞ ഒരു സിനിമ എടുത്തതിന് ശേഷം ഞങ്ങളുടെ ഷൂട്ട് വൈൻഡപ്പ് ആവും. അപ്പോൾ കേക്ക് കട്ട് ചെയ്തു. ആ കേക്ക് എല്ലാവർക്കും പങ്കുവെച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം ഏഷ്യാനെറ്റിൽ രാത്രി 10:30-നാണ്. ബർത്ത്ഡേ പ്രോഗ്രാമല്ല, നമ്മുടെ കോമഡി സീരിയലായ ഹാപ്പി കപ്പിൾസിൻ്റെ. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനിൽ ഇതുപോലെ വളരെ മനോഹരമായ മുഹൂർത്തങ്ങൾ ഉണ്ടാകാറുണ്ട്. പലരും ബർത്ത്ഡേ, വെഡ്ഡിങ് ആനിവേഴ്സറി, ഇതെല്ലാം ഞങ്ങൾ വളരെ ആഘോഷപൂർവ്വം ആഘോഷിക്കാറുമുണ്ട്. അപ്പോൾ വളരെ മനോഹരമായ ചടങ്ങായിരുന്നു.
എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ഈ ജന്മദിനം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് 1000 ജന്മദിനാശംസ നൽകുകയാണ്. ഹായ് രാജേഷ് ബ്രോ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു.